ഹലോ കൂട്ടുകാരെ, ഗുഡ് ഈവനിങ്. അപ്പോൾ എന്താ പരിപാടി എന്നല്ലേ, നമ്മൾ പഴംപൊരിയും ബീഫുമാണ് കേട്ടോ. വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന പഴംപൊരിയും ബീഫുമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബീഫൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇച്ചിരി പച്ചമുളകും, ഇച്ചിരി അല്ല ഒരു രണ്ട് പച്ചമുളക്, ഇത്തിരി ഉപ്പ്, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബീഫിനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വിസിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് സവാള, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 വിസിലൊക്കെ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് സവാളയൊക്കെ വഴന്ന് വന്നപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് കൊടുത്തിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, പിന്നെ ഇറച്ചി മസാല, പിന്നെ മുളക് പൊടി, അത്രയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തട്ടിക്കൂട്ടി ഒരു ബീഫ് കറി പെട്ടെന്ന് റെഡിയാക്കി കേട്ടോ. കുറച്ച് കറിവേപ്പിലയൊക്കെ അതിൻ്റെ മീതെ നമ്മളിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടോ നമ്മുടെ ബീഫ് കറി. അപ്പോൾ എനിക്ക് ഒരു 8 അല്ലല്ല 16 പടി തന്നിട്ട് നമ്മുടെ പഴംപൊരി ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. അപ്പം ഞാൻ സഹായിക്കാമേന്നും പറഞ്ഞുകൊണ്ട് അപ്പുകൂട്ടൻ വന്നിട്ട് അപ്പുകൂട്ടന് ഇവിടെ നമ്മുടെ മൈദ അരിച്ചൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് മൈദ എടുത്ത് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഉപ്പും, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തൊക്കെ എടുത്തു. നല്ല കാര്യത്തിന് നല്ല മിക്സ് ചെയ്തൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഒരു പഴം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ഓൾറെഡി ഒരു 3 പഴംപൊരി മേടിച്ചിരുന്നു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുമല്ലേ എന്നൊക്കെ ഓർത്തിട്ടാണ് ഒരു പഴം ഇരുന്നതിനടുത്ത് ഞാൻ പഴംപൊരി ആക്കാനായിട്ട് വെച്ചത്. അപ്പം നല്ല കാര്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. ഞാൻ പഴംപൊരി ഇട്ടതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എല്ലാം സെറ്റായിട്ട് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പഠിക്കാൻ ഇവിടെ വന്ന് ബുക്കും വെച്ചുകൊണ്ടിരുന്നിട്ട് ഇതാണ് അവസ്ഥ. ഇവിടെ നടപ്പാണ് 2 പേരും കൂടി അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പഴംപൊരി മൊത്തം ചിക്കി വറുത്തെടുത്ത അവസ്ഥയിലായിപ്പോയി ഗൈസ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ചീറ്റിപ്പോയി. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ പഴംപൊരിയൊക്കെ വറുത്തെടുത്തു. എന്തായാലും പഴം ഉണ്ടായിരുന്നു, പൊരിയും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പഴംപൊരി ആയല്ലോ അല്ലേ? അല്ലേ? ഓക്കെ. അപ്പോൾ ബീഫ് കറിയും നമ്മുടെ പഴംപൊരിയും എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, പഴംപൊരി ചീറ്റിപ്പോയെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് നല്ല ടേസ്റ്റിൽ തന്നെ നമ്മുടെ ബീഫ് കറി കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ ആമിക്കുട്ടി അമ്മ ഇങ്ങനത്തെ ഇരിക്കമ്മേ, ഞാൻ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പൂസ് നോക്കുന്നേ ഇല്ല കേട്ടോ. അപ്പൂസ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുമാണ് ഭക്ഷണം കഴിക്കുന്നതിൽ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പഴംപൊരിയും ബീഫും ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. ഓക്കെ.